ഹലോ മുനീർ. ഹായ് ശ്യാം. എത്രയായിടാ കണ്ടിട്ട്? നിനക്ക് സുഖമല്ലേ? ഓ സുഖം. ഒന്ന് പോയടാ അവിടുന്ന്. പിന്നെ 100 രൂപ നിനക്ക് മരുന്നടിക്കാൻ ഞാൻ കാശ് തരണോടാ. എടാ, അവന് നിനക്ക് മനസ്സിലായോ? അവന് എവിടെയോ കോളേജിൽ നമ്മുടെ ജൂനിയറായി പഠിച്ചവനാ. ഗംഭീര പാട്ടുകാരനായിരുന്നു. എടാ അവനോ? ചാനലിലൊക്കെ അവന്റെ പാട്ട് ഞാൻ പിന്നീട് കണ്ടിട്ടുണ്ട്. ഇതെന്തു പറ്റി? ഇനിയൊന്നും പറ്റാനില്ല. ജീവിതം ലഹരി എടുത്തു പോയതാ. അവന്റെ പാട്ട് നമുക്കൊക്കെ അന്നൊരു ലഹരിയായിരുന്നു. പിന്നീട് എത്രയെത്ര പേര് അവന്റെ പാട്ടിന്റെ ലഹരിയിൽ മതിമറന്നു നിന്നു. പക്ഷെ അവൻ പാട്ടും പെർഫോമൻസും ഒക്കെ നന്നാക്കാൻ വേണ്ടി ലഹരി തേടിപ്പോയി. ഇപ്പൊ പാട്ടും ഇല്ല, പറച്ചിലും ഇല്ല, ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 100 തരുവോ 200 തരുവോ? ഭ്രാന്ത് പിടിച്ചുള്ള ഓട്ടവും അലർച്ചയും മാത്രമേ ഉള്ളൂ. ലഹരിയുടെ പിടിമുറുക്കാത്ത ഇടങ്ങളില്ല. ക്യാമ്പസുകളിലും തൊഴിലിടങ്ങളിലും തെരുവിലും ഗോപുരങ്ങളിലും കലാരംഗത്തും എന്ന് വേണ്ട എല്ലാ ഇടങ്ങളിലും അത് നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവിടങ്ങളെല്ലാം മലീമസമാകുന്നു. കലയും കലാപ്രകടനങ്ങളും ദൈവികമാണ്. സമൂഹ മനസ്സിനുള്ള ഔഷധങ്ങളാണവ. അതിനെ ഉത്തേജിപ്പിക്കാൻ മറ്റു ലഹരികൾ എന്തിന്? ആത്മാവിഷ്കാരങ്ങളെ ലഹരിയാൽ ചൂടുപിടിപ്പിക്കുന്നത് എന്തിന്? ചിന്തിക്കണം. മുച്ചൂടും മുടിയും മുൻപ് പിന്തിരിയണം. അതിനാവട്ടെ പോരാട്ടം. ബി എ ഹീറോ. സേ നോ ടു ഡ്രഗ്സ്.